ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോളേജിൽ നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഓക്കെ, ഇത് നമുക്ക് കോളേജിലൊരു പരിപാടിയുണ്ട്. അതിൻ്റെ പേര് ഡെനോവോ എന്നാണ്. സോ ബേസിക്കലി ഡെനോവോ എന്ന് പറയണത് നമ്മുടെ ലോ സ്കൂളിൻ്റെ ഒരു ഫ്രഷേഴ്സ് പോലെയാണ്. ഓക്കെ, ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും പാർട്ടി ഡാൻസ് അങ്ങനെയൊന്നും അല്ല. ഇത് മറ്റേ ഭയങ്കര മെയിൻ ഇവൻറ്റ്. എല്ലാ ഫാക്കൽറ്റി ഉണ്ട്, നമ്മുടെ ഡയറക്ടറുണ്ട്, ഡീനുണ്ട്, HOD ഉണ്ട്, എല്ലാവരും കാണും. നമ്മൾ ഓടിച്ചേർത്തി പോയി ഇനി ഇരിക്കുന്നു, എന്നിട്ട് പിന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ പെർഫോം ചെയ്യുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ യൂഷ്വലി ഫ്രഷേഴ്സ് പാർട്ടി ഇതൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയതായിട്ട് കോളേജിലേക്ക് വന്ന ആൾക്കാർ, ഇപ്പം ഞാൻ പിന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ ആളായിട്ടാണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോണർ വരും. ഇപ്പം നമുക്ക് കിട്ടിയ ജോണർ ഡയറക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ പെർഫോം ചെയ്യണം. ഞങ്ങൾക്ക് കിട്ടിയത് രാജമൗലിയാണ്. ഓക്കെ, അപ്പം രാജമൗലീൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്യണത്. ആൻഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ദേവസേനയാണ്. എനിക്ക് വലിയ റോളൊന്നും ഇല്ല, പക്ഷേ കുറച്ച് ദേവസേനയാണല്ലോ, അപ്പോഴത്തേക്കും കുറച്ച് റോളേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര ഫൺ ഫിൽഡ് ദിവസമായിരിക്കും. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. കാരണം നല്ല രസമാണ്, ബാഹുബലിയും എല്ലാവരും ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനി കോളേജിലേക്ക് പോകണം, നേരെ പ്രാക്ടീസ് ഉണ്ട്. വേറെ ഇനോഗ്രേഷൻ ഡാൻസിൻ്റെയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. അപ്പം ഞാൻ പോയി പ്രശ്നപ്പായി വരട്ടെ. അപ്പോൾ ഇന്നൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ദേവസേനയൊക്കെ ആവുന്ന സ്ഥിതിക്ക് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കുറച്ച് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓൾറെഡി എൻ്റെ മുടി കേളി വേവി ആയതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് വന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം സ്ട്രെയിറ്റൻ ചെയ്യാം. ആൻഡ് ലൈക്ക് ഇപ്പം സ്ട്രെയിറ്റൻ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ചൊക്കെ ഇങ്ങനെയാവും. പക്ഷെ എന്തായാലും സ്ട്രെയിറ്റൻ ചെയ്തൊരു സമാധാനം നമുക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം. ഓക്കെ, ചുരുണ്ട മുടിയുള്ള ഒരു കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അത്ര എളുപ്പമല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചീകാൻ പറ്റുന്നുണ്ടല്ലോ. ചുരുണ്ട മുടിയാണെങ്കിൽ ചീകാൻ പോലും പറ്റില്ല, അല്ലേ കോമ്പ് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കും, പിന്നെ താഴേക്ക് പോവില്ല. അങ്ങനെയാണ് സംഭവം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, സുഖമായിട്ടിരിക്കുന്നോ? നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊക്കെ എന്താ പരിപാടി? ഈ ബാക്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ല? ഇവരുണ്ടല്ലോ ഒരു 6 മണിയാകുമ്പോൾ തുടങ്ങും. ആൾക്കാരും ഇവിടെ ഉറങ്ങാൻ പാടില്ല. അവർക്ക് ഒരു 6 മണിയാകുമ്പോൾ ഇവർ തുടങ്ങി കരകരാന്ന് പറഞ്ഞ ബഹളം. നമ്മളത് കേട്ടോണ്ട് കിടന്നുറങ്ങണം. മനുഷ്യർ രാവിലെ ഇവിടുത്തെ വെതറിൽ കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ സൗണ്ടൊക്കെ ആയിട്ട് വരുന്നത്. എന്താ പറയാല്ലേ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനും പറ്റില്ല. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. യെസ്, അപ്പം ഇതിപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നേരം ചൂടും വന്നാലും സാരമില്ല. ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നത് കേട്ടോ. ലൈക്ക് കുറേ കാലത്തിന് ശേഷം, എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. കാരണം എൻ്റെ ചുരുണ്ടുമുടി അതിന് ശേഷം ഞാൻ പിന്നെ സ്ട്രെയിറ്റ് ചെയ്യാൻ നിർത്തിയായിരുന്നു. ലൈക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു ചുരുണ്ടുമുടി. അപ്പോൾ അതിന് ശേഷം ഞാൻ സ്ട്രെയിറ്റ് ചെയ്യണം നിർത്തിയായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം ചെയ്തത്. അപ്പോൾ കൊള്ളാം, ലെങ്ത്തൊക്കെ കറക്റ്റ് അറിയുന്നുണ്ട് എത്ര നീളം ഉണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തൊന്നും അധികം എൻ്റെ പണി ഇതല്ല, മുഖത്തൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡാൻസിന് വേണ്ടിയിട്ട് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പ് ഇടണം. അപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടുള്ളൂ. കാരണം ലിപ്സ്റ്റിക് മുഖ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കോളേജിലേക്ക് പോവാണ്. എനിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ കുറച്ച്. കാരണം പ്രാക്ടീസ് ഉള്ള കാരണം അതിന് നമുക്ക് അറ്റൻഡൻസ് ഇവിടെ ഭയങ്കര പ്രധാനമായതുകൊണ്ട് ക്ലെയിം ഉണ്ടോ നോക്കിയിട്ടേ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ക്ലാസ് കട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനുകൾ നമ്മൾ ക്ലെയിം ഉണ്ടോ നോക്കും. ക്ലെയിം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ക്ലാസ് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പ്രാക്ടീസിന് വേണ്ടി പോവാണ്. അപ്പം ഓടിച്ചോർത്തി വെച്ച് കാണാം. രാവിലെ സ്റ്റേജ് പ്രാക്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് സ്റ്റേജിൽ പൊസിഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് രാവിലെ വന്ന് എല്ലാവരും സ്റ്റേജ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ പോയത്. ഇത് ഞങ്ങളുടെ കൊയറായിരുന്നു, ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. So over dramatic, okay? കുറച്ച് മോഹൻദാൻ ഞാൻ ശരിയാക്കി തരുന്നില്ലേ? അത് പ്ലീസ് യുവർ പ്രസൻസ്.
ഹലോ രഘു. So just tell no all of these things. ഇതെല്ലാം നവ്യയുടെ ആണ് കേട്ടോ. I'm telling in മലയാളം. She's not a മലയാളി, ഇവനും മലയാളിയല്ല. Okay guys. So show എന്നെ ഒന്ന് കാണിച്ചേ. Yes. Okay. One second, go back. Yeah. Narendra Mani Ratnam said, if life had an upgrade to the poetic mode button, Here's some rain just for you. ഇതാണ് നമ്മുടെ ബാഹുബലി. ഓക്കെ, ഇവനാണ് ആ സീനിൽ നമ്മുടെ തല വെട്ടുന്ന സീനാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ ബാഹുബലിയാണ് മച്ചാ. ఏం జరిగింది దేవసేన? శివాలయంలో ఆడవాళ్ళందరినీ ఒకవైపుకి రమ్మన్నాడు. లోపలికి పంపే నెపంతో ఒంటి మీద చేయి వేసి నిమిరాడు. నా మీద కూడా చేయి వేయలేడు. వేళ్ళు నరికేశాను. తప్పు చేసావు దేవసేన. ఆడదాని ఒంటి మీద చేయేస్తే నరకాల్సింది వేళ్ళు కాదు. അപ്പോൾ അതായിരുന്നു നമ്മുടെ ദേവസേനയുടെ സീന്. നിങ്ങളിപ്പോൾ കണ്ടതാണത്. അത് കഴിഞ്ഞ് ഞാൻ ഓടി വന്നിട്ട് നമ്മുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് റെഡി ആവണമായിരുന്നു. അപ്പോൾ നേരെ ഓടി വന്ന് നേരെ എൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ എൻ്റെ ഫ്രണ്ട്സിലേക്ക് കൊടുത്തേക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറൊരാളുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത്. എന്തായാലും ദേവസേന പെർഫോമൻസ് കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിരുന്നു. എനിക്ക് സമാധാനമൊക്കെ കിട്ടിയായിരുന്നു. Guys. Hi. Shobit and Madhav, please appearance in the camera. Okay, bye. Bye. Me Ashale. Cha. Bye. Madhi. ഫസ്റ്റ് അടിച്ചു മോനെ, ഫസ്റ്റ് കിട്ടി. They all can go on the stage. ആദ്യം പ്രൈസ് പറഞ്ഞപ്പോൾ ഞങ്ങളെ സ്റ്റേജിൽ കയറാൻ സമ്മതിച്ചില്ലായിരുന്നു കേട്ടോ. ലൈക്ക് രണ്ടുപേരെ സ്റ്റേജിൽ കയറിയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി. കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്തായിരുന്നു കിട്ടുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഫ്രഷേഴ്സ് പാർട്ടി പോലെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ ഹോൾ LLM-കാരുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ദിവസമായിരുന്നു. രാജമൗലി വൺ. He bagged first prize. Yes. With the performance, നമ്മളുടെ പെർഫോമൻസ് കഴിഞ്ഞു. ആൻഡ് LLM-കാർക്കാണ് ഫസ്റ്റ് കിട്ടിയത്, നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്. യെസ്. അപ്പം നമ്മൾ നമ്മുടെ ഡെനോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഫസ്റ്റ് കിട്ടി. LLM-കാർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ ഡയറക്ടർ രാജമൗലി ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ആൻഡ് ഐ തിങ്ക് സെക്കൻഡ് കിട്ടിയത് ആർക്കാണ്? സോയ അക്തറിന് കിട്ടിയത്. സെക്കൻഡ് കിട്ടിയത് സോയ അക്തറിന് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു അറിയാം? മണിരത്നം ഉണ്ടായിരുന്നു, രാജമൗലി ഉണ്ടായിരുന്നു, സഞ്ജയ് ലീല ബൻസാലി ഉണ്ടായിരുന്നു, അനുരാഗ് കശ്യപ് ഉണ്ടായിരുന്നു, സോയ അക്തർ ഉണ്ടായിരുന്നു. വേറെ ആരാ ഉണ്ടായിരുന്നേ? അഞ്ചലോ ഇംതിഹാസ് അലി എന്ന് പറയുന്ന ഡയറക്ടറും കൂടെ ഉണ്ടായിരുന്നു. രാജമൗലിക്കാണ് കിട്ടിയത് ഗൈസ്. എന്ത് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ നമ്മുടെ കൾച്ചറൽ ഡാൻസിന് പോകാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞ്. ഫോൺ എൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തേക്കായിരുന്നു, കളഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഫോൺ മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എൻ്റെ ജീവിതം. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ ഇടയ്ക്കത്തെ. ആൻഡ് ഫസ്റ്റ് വരണ സമയത്തും എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോൾ ചിയർ ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ അല്ലാണ്ടുള്ള ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെനോ പ്രോഗ്രാം കഴിഞ്ഞ പക്ഷേ ഞങ്ങൾ അഗെയിൻ തിരിച്ചിനി കോളേജിൽ പോകണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് PG വന്നതാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ, ഒന്ന് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ റൂംമേറ്റ്സും ഉണ്ട്. അവർക്ക് ക്ലാസ്സില്ല ഉച്ചയ്ക്ക് ശേഷം. അവിടെ ഇങ്ങനെ ജ്യൂസും കുടിച്ചിരിപ്പുണ്ട്. അവർക്ക് ഒരു പണിയില്ലാണ്ട് ഇരിപ്പുണ്ട്. ഇന്റേൺഷിപ്പിന് പോകണം. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ. ഇതായിരുന്നു ഞങ്ങളുടെ ഫ്രഷേഴ്സ്. അപ്പം എന്തായാലും സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഡാൻസ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ബൈ.